സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആധ്യാത്മികം കുടുംബത്തിലുള്ള ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഈ ഗർഭിണിയായ സ്ത്രീകൾ 7 മാസം ആയി, ഗർഭത്തിന് 7 മാസം പ്രായമായി ഗർഭസ്ഥ ശിശുവിന്, അപ്പോൾ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. 6-ാം മാസം കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി 7-ാം മാസം ആയതിനു ശേഷം ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നു. എനിക്ക് എന്താലോചിച്ചിട്ടും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ വീടുകളിലും എല്ലാവരും അമ്മയും പറയുന്നു, അച്ഛനും പറയുന്നു, മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ മുത്തശ്ശിയും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്താണെന്ന് അവർ പറയുന്നില്ല, അവർക്ക് അത് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും ഈ 7 മാസമായി കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം പാടില്ല എന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരാൾ ചോദിച്ചു. അപ്പോഴാണ് ഈ വിഷയം ഇവർക്ക് മാത്രമല്ല നിരവധി ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംശയമുണ്ട്. എന്നാൽ ചില വീടുകളിൽ ഇങ്ങനെയല്ല. 7 മാസം ആയിക്കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തുക എന്ന് മാത്രമല്ല, അവർ പൂജാമുറിയിൽ കയറാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയും. അവർ നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ചിലർ പറയും. എന്തിനേറെ നാമം ജപിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊന്നും കൂടാതെ ഏതെങ്കിലും ആധ്യാത്മിക പ്രഭാഷണം അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിനടുത്തൊരു സപ്താഹം നടക്കുകയാണ്, അതും കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. പക്ഷേ 7 മാസം കഴിഞ്ഞാൽ ഇവരിതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾക്ക് ഇത്തരത്തിലൊരു സംശയം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിടയിൽ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ്. പക്ഷേ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ പൂർവികരുണ്ടാക്കുമ്പോൾ അതിന് ആ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്മാരായ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾക്കൊരു നിയമസംഹിത ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മനുസ്മൃതി എന്നുള്ളത്. അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്ന ആ സംഹിത ആ കാലഘട്ടത്തിൽ, വളരെ പുരാതന കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. പിന്നീട് ആ സംഹിതയിൽ ഈ കാലത്തിനനുസരിച്ച് അത് ശരിയല്ലല്ലോ, അതിനേക്കാളും നല്ലത് ഇന്നതാണല്ലോ എന്നൊരു ധാരണ വന്നതിന് ശേഷം അതിൽ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അടുത്ത സംഹിത വന്നത്. അങ്ങനെ ഗർഗ സംഹിതയുണ്ട്, യാജ്ഞവൽക്യ സംഹിതയുണ്ട്, വസിഷ്ഠ സംഹിതയുണ്ട്. അങ്ങനെ നിരവധി സംഹിതകൾ എന്നുവെച്ചാൽ നിരവധി നിയമങ്ങൾ ഓരോ കാലഘട്ടത്തിൽ മാറി 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 വന്നിട്ട് ഇപ്പോൾ നമ്മളുള്ളത് എന്താണ്? അംബേദ്കർ സ്മൃതി എന്ന് പറയുന്ന അംബേദ്കർ തയ്യാറാക്കിയിട്ടുള്ള സ്മൃതി അല്ലെങ്കിൽ ഭരണഘടനയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതും മാറിക്കൂടായില്ല. അവർ ഓരോ കാലഘട്ടത്തിലെ ഇപ്പോൾ നിരവധി തവണ നമ്മുടെ ഇന്നത്തെ ഭരണഘടന തന്നെ, കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തയ്യാറാക്കിയ ഭരണഘടന തന്നെ പല തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏകദേശം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ വളരെയേറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തും. അതുപോലെയാണ് നമ്മുടെ ആചാരങ്ങളിലും നിരവധി കാര്യങ്ങളിലും ഇതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും അപാകത തോന്നുവാണെങ്കിൽ നമുക്ക് മാറ്റം വരുത്തുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് പറയുന്നു. എന്തായാലും അവിടെ കേട്ടെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? 7 മാസം ഗർഭസ്ഥ ശിശുവിന് 7 മാസം പ്രായമായി കഴിഞ്ഞാൽ ഇവർ ക്ഷേത്ര ദർശനം നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, അതിൻ്റെ പിന്നിലുള്ള തത്വത്തിലേക്ക് കിടക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ എന്നല്ല, അവർ വീടിന് വെളിയിൽ പോലും എവിടെയും പോകാൻ പാടില്ല. ക്ഷേത്രത്തിലേക്കെന്നല്ല, വീടിന് വെളിയിലേക്ക് പോലും എവിടെയും ഈ പറയുന്ന സ്ത്രീകൾ പോകാറില്ലായിരുന്നു. ഇന്ന് പോകുന്നതുകൊണ്ട് ദോഷമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
അതെന്താണ് അന്ന് പോകാൻ പാടില്ല പറഞ്ഞു ഇന്ന് പോയാൽ തെറ്റില്ല എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണെന്ന് നോക്കണം. ഈ 7 മാസം ഗർഭിണിയായി കഴിഞ്ഞാൽ സ്വതവേ പറയാറുണ്ട് 6-ാം മാസത്തിലാണ് കുട്ടിക്ക് കണ്ണും അതുപോലെ തന്നെ ചെവിയും ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കുട്ടിക്ക് 6 മാസം പ്രായമായി കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടിക്ക് കണ്ണും ചെവിയും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗർഭപാത്രത്തിന് വെളിയിൽ, എന്നാൽ ചുറ്റുപാടും ഈ അമ്മ വസിക്കുന്നതിന് ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കേൾക്കാനുള്ള കഴിവ് ഈ ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ 6 മാസത്തിൻ്റെ ആ സമയത്തിന് ക്ഷേത്ര ദർശനം നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇവിടെ പറയുന്നതാണ്, ചില പലരും ചോദിക്കുന്നത് അവർ പൂജാമുറി കയറാൻ പാടില്ല, അത് മറ്റേത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ അന്ന് പറയാൻ കാരണം ഇപ്പം വിളക്ക് കൊളുത്തുന്നിരിക്കട്ടെ, ഈ വിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ ഏതെങ്കിലും കാരണവശാൽ അല്പം തീ ഒന്ന് ആളിന്നിരിക്കട്ടെ, ഒന്ന് നമ്മളെ വസ്ത്രത്തിനോ മറ്റേതെങ്കിലും പിടിച്ചൊരു അശ്രദ്ധ കൊണ്ട് പെട്ടെന്ന് എന്തായിരിക്കും സ്ഥിതി? ഈ ഗർഭിണിക്ക് പെട്ടെന്ന് ഓടിച്ചാടി മറയാൻ കഴിയില്ല. പെട്ടെന്ന് അവളുടെ വയറ്റിലൊരു പേടി, ഭയാനകമായൊരു പേടിയിൽ അകപ്പെട്ടു പോകും. അത് ഈ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും. അമ്മയ്ക്കുള്ള എല്ലാ എന്തൊക്കെയുണ്ട് അനുഭവങ്ങൾ അതെല്ലാം കുട്ടിക്കാണ് കൃത്യമായി വരിക. അമ്മ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, അമ്മ കേൾക്കുന്ന ശബ്ദമാവട്ടെ, അമ്മ കാണുന്ന കാര്യങ്ങളാവട്ടെ, അതിൽ അമ്മയുടെ സന്തോഷമാവട്ടെ, ആ സന്തോഷം മുഴുവൻ ഈ കുട്ടിയെ ബാധിക്കും. സങ്കടം വന്നാൽ അത് ഈ കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് ഈ ഗർഭിണിയായ സ്ത്രീ, വീട്ടിലൊരു ഗർഭിണി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വീട് പണി പോലും നിർത്തിവെക്കും. കാരണം ഈ ഗർഭിണിയായ സ്ത്രീ ആ വീട്ടിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുന്നത് കണ്ടുപോയി കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് മരം മുറിക്കുന്നതെന്ന് കാണാൻ പാടില്ല. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പേടിച്ചു പോയി കുട്ടിക്ക് എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതാം. ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചുമ്പോൾ കുട്ടിക്ക് കേൾവി ശക്തി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അന്ധത, പെട്ടെന്ന് പേടിച്ച് കണ്ണ് ഇതായി പോകും. ആ കുട്ടിക്ക് അതേപോലെ വരും. അപ്പോൾ ഈ അമ്മയുടെ എന്താണോ അനുഭവം അത് കുട്ടിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മെഡിക്കൽ സയൻസ് വളരെ കൃത്യമായി പറയുന്നു ഈ സമയത്ത് അവർ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണമെന്ന്. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പൂജാമുറിപ്പിൽ വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ ഇങ്ങനെ അപകടം സംഭവിക്കുന്നത് നല്ല ശ്രദ്ധാപൂർവം. അങ്ങനെ അപകടം പറ്റാത്തതിൽ കുറച്ച് ഉയർന്ന തലത്തിലുള്ള തൂക്ക് വിളക്ക് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് വലിയ വിഷമമൊന്നുമില്ല, അവർക്കത് ചെയ്യുന്നതുകൊണ്ട് തെറ്റുമില്ല. അതേസമയത്ത് പൂജാമുറിയിൽ കയറാം, അവിടെ പ്രാർത്ഥിക്കാം, അവിടെ എല്ലാ കാര്യങ്ങളും പൂജാമുറിയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം എന്താ, ഈ ആധ്യാത്മികമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അത് ഈ കുട്ടിക്ക് വളരെയേറെ എനർജി ഉണ്ടാകും. ആത്മീയ തലത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകും. കുട്ടിക്കും ആത്മീയമായ ചിന്തകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ നാമം ജപിക്കുന്നത് നല്ലതാണ്. നാമം ജപിക്കാൻ പാടില്ല എന്നാരും പറ്റുന്നത് അത് തെറ്റാണ്. നാമം ജപിക്കുന്നത് നല്ലതാണ്. ഗർഭിണിയായ സ്ത്രീകൾ കിടന്നുറങ്ങുന്ന സമയത്ത് അധികം ഉറങ്ങാൻ പാടില്ലെന്ന് പറയാം. പുലർച്ചെ 9 മണി 10 മണി വരെ കിടന്നുറങ്ങാറുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. അതിരാവിലെ എഴുന്നേൽക്കണം. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ഭക്തിഗാനമൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സുപ്രഭാതമൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ നല്ല ടി വിയിലോ അല്ലെങ്കിൽ ടാപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ വെച്ച് കേൾപ്പിക്കുക. അതൊക്കെ ഈ കുട്ടിക്കാണ് അനുഭവിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഈ അവസരത്തിൽ ഇവർ നാമജപം നടത്തണം എന്നാണ് ശരിക്കും പറയുന്നത്. പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാം, സപ്താഹം കേൾക്കാൻ പോകാം. പക്ഷേ പോകുന്ന അവസരത്തിൽ ഒറ്റയ്ക്ക് എവിടെയും പോകരുത്. പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചു വരും. പെട്ടി വന്ന് ഒരു പട്ടി കുറുകനെ പാഞ്ഞു, ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോവും. അത് കുട്ടിയെ ബാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒറ്റയ്ക്ക് പോകാതെ കൂട്ടമായിട്ട് ആത്മീയമായ ചിന്തകളോട് കൂടിയിട്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും പോകുന്നതിൽ തെറ്റില്ല. പണ്ട് കാലങ്ങളിൽ പറയും 7 മാസം കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ മാത്രമല്ല എവിടെയും അവർ പോകാൻ പാടില്ല എന്ന് പണ്ട് കാലങ്ങളിൽ പറയാറുണ്ട്. അതിന് പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 7 മാസം കഴിഞ്ഞാൽ ഏതവസരത്തിലും ഈ ഗർഭസ്ഥ ശിശുവിന് അല്ലെങ്കിൽ ഈ ഗർഭിണിയായ അവർക്ക് ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പ്രസവവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആൾക്കാരെ നമുക്കിന്ന് കാണാൻ കഴിയില്ല, 7-ാം മാസം പ്രസവിച്ചു, 8-ാം മാസം പ്രസവിച്ചു എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിജനമായ സ്ഥലത്തു കൂടിയാണ് ഇവർ. അന്ന് പണ്ട് കാലത്ത് വീടും കാര്യങ്ങളൊന്നുമില്ല, കൂടുതലും മരങ്ങളും അതുപോലെ തന്നെ വനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് കിട്ടണമെന്നിട്ട് കുറേ ദൂരം പോകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇവർ ക്ഷേത്രത്തിലേക്കായിക്കോട്ടെ മറ്റെവിടത്തേക്കെങ്കിലും ആവട്ടെ അവർ പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചു പോകാം. ഇനി അതല്ല, പെട്ടെന്ന് ഇവർക്ക് ആ ഒരു ഗർഭിണി ആയതുകൊണ്ട് എന്തെങ്കിലും വേദന സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് വയറ്റാട്ടിയോട് പറഞ്ഞ് അവർ ഓടി വന്നിട്ട് അത് കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല ഈ ഗർഭിണി ആയി ഏകദേശം 7-ാം മാസം ആകുമ്പോൾ തന്നെ വയറ്റാട്ടിയോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കും. ഇന്ന് വയറ്റാട്ടി അല്ല, ഇന്ന് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറയും 7-ാം മാസം ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഏത് നിമിഷം നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അത് ആ അവസരത്തിൽ ഇവർ എവിടേക്കോ കറങ്ങാനൊക്കെ പോയി പലതിലും പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ആളില്ല എങ്കിൽ എന്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, ഇന്ന് ട്രെയിനിൽ വെച്ച് പ്രസവിച്ചു, ബസ്സിൽ പോകുമ്പോൾ അവിടെ പ്രസവിക്കാൻ ആയി, കാറ് വഴിവക്കിൽ വെച്ച് പ്രസവിച്ചു, ഇതൊക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇവർ എവിടെയും യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിന്നല്ല. ഇനി ക്ഷേത്രത്തിൽ അകത്ത് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്നൊരു പ്രസവവേദന വന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് പണ്ടുള്ള പൂർവികന്മാരായ ആൾക്കാരാണ് പറഞ്ഞത് ഈ സമയത്ത് പുറത്തു പോകരുതെന്ന്. 7 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പട്ടി മാത്രമല്ല, ചില പിടിച്ചു പറിക്കാരുണ്ടാവും, മാല പൊട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും, കള്ളന്മാരുണ്ടാവും, അല്ലെങ്കിൽ വല്ല വൃത്തികെട്ടവന്മാരുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ അവൾക്കിപ്പം വയ്യായികയുണ്ടെന്നോ ഒന്നും അവർ നോക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവർക്ക് ഒരു ദോഷവും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനെങ്കിലും പറ്റും. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊരു കാരണവശാലും ഇവർക്ക് എവിടെ ക്ഷേത്ര ദർശനം നടത്തുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കും, അതുകൊണ്ട് ഇനി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്, നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ? പോകാം, ഒരു തെറ്റുമില്ല. നാമം ജപിക്കാം, ഒരു തെറ്റുമില്ല. നമ്മൾ ഈ അവസരത്തിൽ ആത്മീയമായ ചിന്ത വേണം. നമ്മുടെ വീടിനടുത്താണ് അമ്പലം, കുറേ ദൂരമൊന്നുമല്ല, നമുക്ക് പോയി തൊഴുതുകൊണ്ട് ഒരു തെറ്റുമില്ല, അതിനൊരു അശുദ്ധിയുമില്ല. അവരുടെ ആർത്തവെല്ലാം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു അശുദ്ധിയോ കാര്യമില്ല. പക്ഷേ അവരുടെ ഗർഭസ്ഥ ശിശുവിന് പൂർണ്ണമായിട്ടും പരിരക്ഷ കൊടുക്കണം, പൂർണ്ണമായി സന്തോഷം കൊടുക്കണം, ഒരാത്മീയമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാൻ കഴിയണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ടൊരു ദോഷവുമില്ല. പണ്ട് കാലങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ട് കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ സമയത്ത് ഇവർക്ക് എപ്പോഴും ഈശ്വരീയമായ കാര്യങ്ങൾ കേൾക്കുന്ന, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്ന സന്തോഷകരമായൊരവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവരോടൊപ്പം എപ്പോഴും ആരെങ്കിലും ഉണ്ടാകുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു പോകുന്നുണ്ട്, ദോഷമില്ല. ദീർഘയാത്ര പോകാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഒരു കാരണവശാലും ദീർഘയാത്ര പോകരുത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് യാത്ര നിരോധിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ടോ അടുത്തുള്ള അപ്പുറം ഇപ്പുറമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നത് വലിയ ദോഷമൊന്നുമില്ല. ബന്ധുക്കളുടെ അടുത്ത്, കാരണം അവർ പരസ്പരം സഹകരിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്തുണ നമുക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ പഴയ കാലത്തുണ്ടായ ആ ഒരു സമ്പ്രദായമാണ് ഏത്? ഈ ക്ഷേത്ര ദർശനം 7-ാം മാസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം പാടില്ല എന്നുള്ളത്. എന്നാൽ ഈ മാറിയ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് നടത്തുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ ഗർഭിണിയാവുന്നവരെ ഒരു കാരണവശാലും അശുദ്ധിയുടെ പേരിലല്ല മാറ്റി നിർത്തിയിരിക്കുന്നത്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണെന്നും കൂടി നമ്മൾ ചിന്തിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി.